മെട്രോ വന്നപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് മെട്രോയിൽ കയറണം എന്നുള്ളത്. പക്ഷെ കൊച്ചിയിലേക്ക് വന്നാലേ കയറാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി നമ്മൾ കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോയിൽ കയറാൻ പോവാണ്. നമുക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോകാം കേട്ടോ. ഒന്നും വിചാരിക്കണ്ട, എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുന്നത്, എന്താ കളിച്ചോട്ടുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ച് നിന്ന് കയറാൻ പോകുന്നതിൻ്റെ എല്ലാ കളിയും എൻ്റെ വർത്തമാനത്തിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അവിടുത്തെ കുറച്ച് വ്യൂസാണ്. ഈ പോകേണ്ട ആൾക്കാർ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. വാട്ടർ മെട്രോയിൽ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല, ഞാൻ മുമ്പൊരിക്കൽ വന്ന സമയത്ത്. പക്ഷേ ഇന്ന് ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോകുന്നത് സെറ്റപ്പിലും ഭയങ്കര അടിപൊളിയായിട്ടാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളിതിലേക്ക് കടത്തി വിട്ട് നമ്മളിങ്ങനെ ക്യൂ ആയിട്ട് നിന്നിട്ട് വേണം മെട്രോയിൽ കയറാൻ വേണ്ടി പോകാൻ വേണ്ടി. അപ്പം ആദ്യത്തെ ഒരു ബാച്ച് ആൾക്കാർ പോയി. നമ്മളിനിപ്പോൾ അടുത്ത ട്രിപ്പിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. സോ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ഊഴമെത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ട് പോകുന്ന നമ്മളാട്ടോ. ഈ കൂട്ടത്തിൽ എന്തായാലും നമ്മളുണ്ട്. അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു. മെട്രോയിൽ കയറാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാനിതാ വെള്ളത്തിന്റെ വിഷ്വലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. അതേപോലെ കാണുമ്പോൾ അതെങ്കിലും ഭയങ്കര സന്തോഷവും. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ചെറിയ മഴയൊക്കെ ആയിട്ട്. ഇതായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാർ. ഇവരൊരു പക്ഷേ ഒരു യാത്രാ മാർഗം എന്നുള്ള രീതിയിലായിരിക്കും ഈ മെട്രോ സർവീസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പക്ഷേ ഈ യാത്രയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അത് പക്ഷെ അവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ കളിയൊക്കെ കണ്ടിട്ട്. ഞാൻ വെള്ളം കാണാത്ത കളിയൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്തുനിന്ന് കളിച്ചുകൊണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ അകത്തു നിന്നുള്ളൊരു വ്യൂ. വേറൊരു മെട്രോയാണ് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുള്ളത്. ഞാൻ ശരിക്കും ഇങ്ങനെ പുറത്തത്തെ വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അതിനകത്തുണ്ട്. അത്രക്കും ഒട്ടും നമുക്ക് മടുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും സീറ്റൊന്നും ഇല്ലെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് പറയുന്നത്. ഈ കാണുന്നുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ മറ്റോ എപ്പോഴോ നമ്മളെ ഔട്ടിങ്ങിന് ഇവിടെ കൊണ്ടുവന്നതായിട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക്. ഇതും നല്ല അടിപൊളി കാഴ്ച തന്നെയാണ്. അടുത്തതായിട്ട് കാണുന്ന ചീന വലയുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിടിക്കുന്ന വേറെ തന്നെ ഒരു രീതിയാണ്. വല എറിഞ്ഞ് പിടിക്കുന്നതിനേക്കാളും ഇങ്ങനെ താഴ്ത്തി വെച്ചെടുക്കുന്ന ഇതൊരു രീതി. ഇത് ബോൾഗട്ട് പാലസാണ്. ഇതിൻ്റെ അടുത്ത് കൂടെ പോകുന്നു ഞാൻ വിചാരിച്ചു, പക്ഷെ അതിലൂടെ എല്ലാം പോകുന്നത്. സാധാരണ ഇതിലൂടെ പോകുന്ന സമയത്ത് കുറേ വിഷ്വലൊക്കെ നമുക്ക് കാണാൻ പറ്റും. തുടങ്ങി എല്ലാവർക്കും ഭയങ്കര വാവ് ഫീലായിരുന്നു. ആരും ഒട്ടും പേടിച്ചതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. കരയ്ക്കടുപ്പിക്കാറായപ്പോഴത്തേക്ക് ഇതാ നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി. ആകാശമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ഫോർട്ട് കൊച്ചിയിലെത്തി. അപ്പം ഈടെ ഒന്നും ആൾക്കാർ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് സൈഡ് സീറ്റ് കിട്ടി. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു അമളി മനസ്സിലാക്കിയത്. കാരണം ഒരു മെട്രോയ്ക്ക് ഒറ്റ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. മട്ടാഞ്ചേരിയിൽ പോകേണ്ട നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെന്താ ചെയ്യുക, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ അങ്ങ് മട്ടാഞ്ചേരിയിലേക്ക് വിട്ടു. അങ്ങനെ വലിയൊരു അമളി പറ്റിയ കഥയും കൂടിയാണ് കേട്ടാ ഇന്നത്തെ